കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് നമ്മോട് ഞാൻ പറയുന്നു, ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ഓരോ ദിവസവും കർത്താവിന്റെ വചനം കേൾക്കുവാനും കർത്താവിൽ വിശ്വസിക്കുവാനും വലിയ ദൈവപ്രവർത്തികൾ അനുഭവിക്കുവാനും സ്വർഗം നമ്മളെ ഓരോ ദിവസവും സഹായിക്കുന്നല്ലോ. ഇന്നും നിങ്ങളോട് ഞാൻ പറയുന്നു, കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ഇന്ന് ചെയ്യും. ഒരു വാക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. യഹോവ ഈരെ. നിങ്ങൾ ചിലപ്പം ഈ ഒരു വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? വാക്കല്ല, യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ വാക്കാണ്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? യഹോവ ഈരെ എന്ന് പറഞ്ഞാൽ ദൈവം കരുതും. ദൈവം നമുക്ക് വേണ്ടി കരുതും. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ, നിങ്ങളുടെ സകല ചിന്ത ആകുലങ്ങളും കർത്താവിന്റെ മേലിട്ടുകൊള്ളുക. തൊട്ട് മുകളത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്തകൾ ആകുലതകൾ ദൈവത്തിന് കൊടുക്കണം. ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ഭാരപ്പെടുന്ന വിഷയമുണ്ടല്ലോ, ഒറ്റ വാക്കൊന്ന് പറയാൻ ഇന്ന് ശ്രമിക്കണം. കർത്താവ് കരുതും. യഹോവ ഈരെ എപ്പോഴും പറയണം. ഭാരം മനസ്സിൽ വരുമ്പോൾ, ആകുലതകൾ വരുമ്പോൾ, ചിന്തകൾ വരുമ്പോൾ, ഭയം വരുമ്പോൾ, എന്ത് നിങ്ങളുടെ ഉള്ളത്തിൽ വന്നാലും കർത്താവിന്റെ വചനത്തിനും ദൈവത്തിനും വിരോധമായി എന്ത് വന്നാലും പറയണം, യഹോവ ഈരെ, ദൈവം എനിക്ക് വേണ്ടി കരുതും. പത്രോസ്ലീഹ പറഞ്ഞതുപോലെ സകല ചിന്തകൾ ആകുലതകൾ കർത്താവിന് കൊടുത്തിട്ട് പറയണം, യഹോവ ഈരെ. ഒന്ന് കുറച്ചു നേരം ആ വാക്കൊന്ന് പറയണം. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, കർത്താവിന്റെ കരുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ വേണ്ടി പറ്റും. ഒരുമിച്ചാണെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ കൂടെ ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്ത് കൈവച്ചിട്ട് പറ, യേശു കർത്താവ് എന്റെ രോഗത്തെയും എന്റെ മുറിവുകളെയും വേദനകളെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഈ നിമിഷം ഞാൻ ആ സൗഖ്യത്തെ സ്വീകരിക്കുന്നു. രോഗത്തിനോ രോഗശക്തികൾക്കോ രോഗത്തിന്റെ ആത്മാവിനോ എന്റെ മേൽ ഈ നിമിഷം മുതൽ യേശുവിന്റെ നാമത്തിൽ അനുവാദമില്ല. ഞാൻ സൗഖ്യത്തെ സ്വീകരിക്കുന്നു. കടഭാരത്തിലോ ഞെരുക്കത്തിലോ കടന്നു പോകുന്നവർ, സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ എന്റെ കൂട്ടത്തിൽ പറ, യഹോവ ഈരെ, ദൈവം എനിക്ക് വേണ്ടി കരുതും. ഞാൻ അത്ഭുതം കാണും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രവർത്തിച്ചു കഴിഞ്ഞു. ദൈവം അത്ഭുതങ്ങൾ ചെയ്തു കഴിഞ്ഞു. സമാധാനത്തോടെ ഇരിക്കണം. മറക്കല്ല്. രാവിലെ മുതൽ എപ്പോഴും പറയണം, യഹോവ ഈരെ. ഭാരം വരുമ്പോൾ പറയണം, യഹോവ ഈരെ, ദൈവം എനിക്ക് വേണ്ടി കരുതും. ആമേൻ.